Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcomes you all. ഹലോ, 2 ദിവസത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നതാണ്. നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോ ഇട്ടിരുന്നു, കന്യാകുമാരിയൊക്കെ പോയി. അപ്പോൾ ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ, ഐ എം നോട്ട് ഗോയിങ് alone with my family, but I am moving with all my friends, and most of them are elders. വലിയ യാത്ര പുറപ്പെട്ടു. വലിയ സന്തോഷമായിരുന്നു. 2 ദിവസം ഞങ്ങൾ കന്യാകുമാരിയിൽ അടിച്ചു പൊളിച്ചു. പിന്നെ വിശുദ്ധ ദേവസ്വം പിള്ളയുടെ കാറ്റാടി മല പോയി. പിള്ള അവിടെ വെച്ചാണ് വെടിവെച്ച് കൊന്നത്. അതുപോലെ മുട്ടടിച്ചാമ്പാറയിൽ പോയി വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു, പ്രാർത്ഥിച്ചു. ഭയങ്കര എൻജോയബിളായിരുന്നു. അടിച്ചു പൊളിച്ചു. സന്തോഷം. ഇനിയിപ്പം ഹെഡ്സെറ്റ് രാവിലെ എടുത്തപ്പം ചാർജില്ല. പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തേക്കാന്ന് വെച്ചു. ശകലം സുഖമൊക്കെ കുറയും. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോകുന്നപ്പോൾ ഒരു ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ആ ഡിസ്കഷനിൽ വിവാഹത്തെപ്പറ്റി ഒത്തിരി ചർച്ചകൾ നടന്നു. ഈ ഇപ്പോഴത്തെ വിവാഹത്തെ പറ്റിയൊക്കെ. പക്ഷെ അന്നേരം അതിൽ ചിലതൊക്കെ പറയാൻ ശരിയല്ലെന്ന് എനിക്കറിയാം. ഞാൻ മിണ്ടിയില്ല. കാരണം അവർ വളരെ കാര്യമായിട്ട് പറയുമ്പോൾ നമ്മളെന്തിനെ എതിർക്കാം. അതായത് ഈ ഡൈവോഴ്സൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നു. അതാണ് ഇങ്ങനെയൊക്കെ ഒത്തിരി കഥകളാണ് പറയുന്നത്. അത് പണ്ട് പാണൻ പാടിയൊരു പാട്ടാണ്. ആ കാലമൊക്കെ കഴിഞ്ഞു. ഞാൻ അമേരിക്കയിലായിരുന്നപ്പം ഒത്തിരി ജേർണലും ബുക്കുകളൊക്കെ വായിക്കുക. അപ്പോൾ അവിടുത്തെ രീതി അപ്പോഴേ മാറിയായിരുന്നു. അതായത് ഒന്നാം വിവാഹം എന്ന് പറഞ്ഞാൽ 80% വിജയിക്കുമെന്നാണ് ശാസ്ത്രീയമായ പഠനം തെളിയിക്കുന്നത്. 20% ഫോൾട്ടുള്ളൂ. രണ്ടാം വിവാഹത്തിൽ 20% വിജയിക്കുമെന്നാണ് പറയുന്നത്. മൂന്നാം വിവാഹത്തിൽ 5% വിജയിക്കും. നാലാം വിവാഹത്തിൽ 1% വിജയിക്കും. എന്നുവെച്ചാൽ അതിൻ്റെ റേറ്റിംഗ് ഭയങ്കര മോശമാണ്. നമ്മൾ 1%, 20% കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടെങ്കിലും അത് വളരെ ഫെയിലുവറാണ്. അതുകൊണ്ട് എന്ത് പറ്റി, അമേരിക്കയിലെ യുവതികൾ കണ്ടുപിടിച്ചു, വിവാഹമോചനം നേടി വരുന്ന പുരുഷനെ സ്വീകരിക്കത്തില്ലെന്ന്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനീ പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡീസ് റിപ്പോർട്ടാണ്, അല്ല തമാശ പറയല്ല. അതായത് രണ്ടാമത് വിവാഹം കഴിക്കാൻ വരുന്ന പുരുഷനെ അവരന്വേഷിക്കും. ഇപ്പോൾ സർക്കാർ ജോലിക്ക് ആളെടുക്കുന്ന പോലെ അന്വേഷിക്കും. ഇവൻ കുറ്റവാളിയാണോ കേസിൽ പ്രതിയാണോ എന്നൊക്കെ അന്വേഷിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ വിദേശങ്ങളിൽ രണ്ടാം വിവാഹത്തിന് ചെല്ലുന്ന പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും അവനെപ്പറ്റി അവിടെ ഏജൻസികളുണ്ട്, സ്വകാര്യ ഏജൻസികളുണ്ട്. അവരന്വേഷിക്കും ഇവൻ്റെ സ്വഭാവം എന്താണ്, ഇപ്പോൾ മദ്യപാനിയാണോ വഴക്കാളിയാണോ എന്ന് പഠിച്ചിട്ടാണ് അവർ തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാം വിവാഹത്തിന് സ്ത്രീകൾ ഒരുക്കമല്ല, താല്പര്യമില്ല. മൂന്നാമത്തെ ഒരു കാര്യം, മറിച്ച് പുരുഷന്മാരും ഇത് പോയാൽ എനിക്ക് പറ്റിയ മാർഗമൊന്നുമില്ല എന്ന് അവനും അറിയാം. അതുകൊണ്ട് അവരും വിട്ടുവീഴ്ച ചെയ്യാൻ തുടങ്ങി. സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങി. സ്ത്രീകളെ അങ്ങ് ഒരു ഉപകരണമായി കൊണ്ടുനടക്കാവുന്ന കാലം കഴിഞ്ഞെന്ന് അവർക്കും മനസ്സിലായി. ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ലൈഫ് പോകത്തുള്ളൂ. ഞാൻ എന്താഗ്രഹിക്കുന്നു അതുതന്നെ അവളും ആഗ്രഹിക്കുന്നുണ്ട്, അവൾക്കും അതൊക്കെ തന്നെയാണ് വേണ്ടത് എന്നുള്ള ബോധ്യം പുരുഷനും സ്ത്രീക്കും വന്നു എന്നുള്ളതാണ് ഇത് തെളിയിക്കുന്നത്. പിന്നെ ഒരു വെറും വളർത്തു പട്ടിയല്ല, വളർത്തുന്ന പെഗ് ഡോഗല്ല, പെഗ് ആനിമലല്ല എന്ന ബോധ്യം എല്ലാവർക്കും വരികയും ചെയ്തു. ഹായ്, ഗുഡ് മോർണിംഗ്. അതുകൊണ്ടാണ് എല്ലാവരും അത് മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയത്. തീർച്ചയായിട്ടും അത് വളരെ ഫൈൻഡിങ്സാണ്. വിവാഹമോചനങ്ങളുടെ കഥകളൊക്കെ നന്നേ കുറവാണ്. തീരുമാനിച്ചാൽ പെട്ടെന്ന് നടത്തുമെന്ന് മാത്രമേ ഉള്ളൂ. നിയമക്കുരുക്കൊന്നുമില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ കേരളത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല, ഒത്തിരി മാറിപ്പോയി. ഇപ്പം ഹലോ, ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ആൻഡ് ഫാന്റാസ്റ്റിക് ഡേ. പാടൻ ഇറ്റ്സ് ഓക്കെ. അവർക്ക് മനസ്സിലാവില്ലെന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്ന് മനസ്സിലാവും അവർക്ക്. അവർക്ക് നന്മ നേരുകയാണെന്ന് നല്ലതായിട്ട് ചിരിച്ചുണ്ടാക്കിയല്ലേ പറയുന്നത്.
എനിക്ക് ഹിന്ദി അറിയാൻ മേല. അറിയാം, ബട്ട് ഐ എം നോട്ട് ഇൻ എന്താ പറയുക ക്വൈറ്റ് കോൺഫിഡൻറ്റ് ടു സ്പീക്ക് ഇൻ ഹിന്ദി ഫ്ലുവൻലി. സംടൈംസ് ഇറ്റ് മേ ബി റൈറ്റ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചതല്ലേ, പരിശ്രമിച്ചാൽ ഒറ്റ മാസം കൊണ്ട് ഞാൻ പഠിക്കും. ഹിന്ദി പഠിക്കാൻ നമുക്കെന്നെ സാധിക്കത്തില്ല, പറ്റും, ആവശ്യമില്ല, ശ്രമിക്കുന്നില്ല. ഓക്കെ. അപ്പം ഇത്തരം ചർച്ചകളൊക്കെ വന്നപ്പോഴേ, ഈ വിവാഹമോചനത്തിൻ്റെ കാര്യമൊക്കെ ചർച്ച ചെയ്തപ്പോഴാണ് ഒരു വീഡിയോ ചെയ്തുകൂടെയെന്ന് ഒരു മാഡം എന്നോട് ചോദിച്ചു. ഞാൻ പറയുന്നത് ചെയ്യാമല്ലോ, അതാരും ഡിമാൻഡ് ചെയ്യാത്തതുകൊണ്ടാണ് ചെയ്യാമെന്ന് പറഞ്ഞു. ഒരു കാര്യം എന്നാണെന്നറിയാം, നൗഡേയ്സ് മാരേജിൻ്റെ ഈ വിവാഹമോചനമൊക്കെ കുറയാൻ കാര്യം ഒരു പരിശീലനം കൊടുക്കാൻ തുടങ്ങി. ആദ്യം കത്തോലിക്ക സഭയാണ് തുടങ്ങിയത്, പിന്നെ അത് മറ്റ് സഭകളൊക്കെ ഏറ്റെടുത്തു. അത് കഴിഞ്ഞിപ്പം ഹിന്ദു വിവാഹത്തിൽപ്പെട്ടവരും വിവാഹത്തിനുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒന്നും അറിയാൻ പാടില്ലാതെ വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പം പലതരത്തിലുള്ള അബദ്ധധാരണകളുണ്ട്, അതൊക്കെ മാറിപ്പോകേണ്ടതുണ്ട്. ഒരു പുരുഷൻ അവന് തോന്നിയ പോലൊക്കെ ജീവിക്കാം, അവൻ്റെ ഭാര്യ ഒരു കന്യകയായിരിക്കണം. അല്ലെ, ഒരു സ്ത്രീ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യും, പക്ഷേ എൻ്റെ പുരുഷൻ എന്നെ മാത്രം നോക്കും. ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ആണ് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വരുന്നത്. അപ്പം അവർക്ക് പരിശീലനം ആവശ്യമാണെന്നുള്ളതാണ് തെളിയിക്കുന്നത്. അപ്പം അങ്ങനെ കൊടുത്തു വന്നപ്പോൾ ഇപ്പം വിവാഹമോചനങ്ങൾ നന്നേ കുറവായി തുടങ്ങി. വിവാഹമോചനം നടത്തിയാൽ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വരുമെന്നുള്ള സ്ഥിതി വന്നിരിക്കുന്നത് കൊണ്ടാണ് അത്. അതിലും നല്ല കുറേയൊക്കെ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, യൗവനക്കാരായിട്ടുള്ള ആളുകൾ പ്രേമബദ്ധരാകുമ്പോൾ അവരുടെ ഫിസിക്കൽ നീഡ്സ് അവർക്കറിയാം, അവരുടെ സോഷ്യൽ നീഡ്സും കുറേയൊക്കെ അറിയാം, ഫാമിലി നീഡ്സ് വേണ്ടത്ര അറിയത്തില്ല. ഞാനൊരിക്കലൊരു പെൺകുട്ടിയോട് ചോദിച്ചു, അവൾ വലിയൊരു പ്രണയിനിയാണെന്ന് അവളുടെ ചേഷ്ടകൾ കാണുമ്പോൾ പറയാം, അവിടെ ഒരു പയ്യനുണ്ട്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, ഇന്നെന്താ കഴിച്ചത്? ഓ, ഞങ്ങൾ സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ ആയിക്കോട്ടെ, എന്താ കഴിച്ചത്? അവർ 1-2 പൊറോട്ട മേടിച്ച് സാമ്പാറും കൂട്ടി ഷെയർ ചെയ്ത് കഴിച്ചു. എന്നിട്ടാണ് ഇത്രയും ആഹ്ലാദത്തോടെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുക അല്ലേ, അതെന്ത് ചെയ്യുക? പഠിക്കുക, എൻ്റെ +2 കഴിഞ്ഞാണ്ടൊക്കെയാണ്, ചെറിയ വിദ്യാഭ്യാസം. അപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ വേണ്ടേ, നിങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പം അന്നേരമാണ് നമ്മൾ ഈ സംസാരത്തിൽ വന്നപ്പം പല വ്യഞ്ജനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച എടുത്തിട്ടു. അതൊക്കെ അപ്പനും അമ്മയും നോക്കിക്കോളൂ എന്നാണ് പെൺകുട്ടി അപ്പോഴത്തെ ധാരണ. ഏതാ, വീട്ടിൽ ചെല്ലുമ്പോൾ കഞ്ഞിയും കറിയൊക്കെ അപ്പനും അമ്മയും വെച്ച് തരും. വിവാഹം കഴിക്കുമ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കണമെന്നോ, അപ്പോൾ ഇതൊക്കെ സ്വന്തമായി കൈകാര്യം ചെയ്യേണ്ടി വരുമെന്നുള്ള ചിന്ത അപ്പം പോലും ഇല്ല. ഞാൻ ഒത്തിരി ചിരിച്ചു. അപ്പോൾ അവിടെ ബോയ് ഫ്രണ്ടും എൻ്റെ അടുത്ത്, ഞങ്ങൾ 3 പേരുടെ. അപ്പോൾ ഞാൻ ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഒരു കൗതുകം, സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ ഈ സ്നേഹബന്ധം നിങ്ങൾക്ക് കുട്ടികളുണ്ടാവും എന്നുള്ള ധാരണയുണ്ടോ? ഉണ്ട്. അത് കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് മതി. ഓക്കെ, കല്യാണം കഴിയുമ്പോൾ എന്തുണ്ടാവും? കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പം നിങ്ങൾക്കൊരു ഹൈഡ് ഔട്ട്സ് വേണ്ടേ? അപ്പായ്ക്ക് വീടുണ്ടല്ലോ. അപ്പം എൻ്റെ അപ്പാടെ വീട്ടിൽ ഇതിനെ താമസിപ്പിക്കുമോ? ഇല്ലല്ലോ. അപ്പം അവനാണെങ്കിൽ രണ്ടാമത്തെ പിള്ളേർ, അപ്പോൾ ഇതിന് കനിയന്മാരുണ്ട്, അപ്പോൾ ഇതിൻ്റെ താമസിപ്പം നിങ്ങൾക്കൊരു ഹൈഡ് ഔട്ട്സ് വേണം അല്ലേ? ഇങ്ങനെ ചർച്ച ചെയ്ത് അവരെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അവരുടെ വാണ്ട്സ് ആൻഡ് നീഡ്സ് അവരെ കൊണ്ട് പറയിപ്പിച്ചു. അപ്പോൾ ഞാൻ അപ്പനോട് ചോദിച്ചു, ഇതൊക്കെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഇതൊക്കെ ബുദ്ധിതലത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കുകയും, ഹായ് ഗുഡ് മോർണിംഗ്, പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. സ്നേഹബന്ധം ഏറ്റവും പവിത്രമാണ്, അത് വേണം. ഞാനും വിവാഹം കഴിച്ച് സ്നേഹിച്ച് തന്നെയാണ്. പക്ഷെ അതോടൊപ്പം നമ്മൾ പഠന സമയത്ത് പഠിക്കുകയും ഉയരാൻ ശ്രമിക്കുകയും ചെയ്യും. ഒരു തൊഴിൽ വേണമല്ലോ, ഒരാൾക്ക് പോരാ, 2 പേർക്കും വേണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ബഡ്ജറ്റിങ് നടക്കും, കുടുംബജീവിതം നടക്കും, വല്ലപ്പോഴും ഒരു മസാല ദോശ ചെയ്യാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പഠിക്കുന്ന സമയത്ത് ഒരല്പം പാർട്ട് ടൈം ജോലി ചെയ്യാമല്ലോ. പലരും ചോദിക്കുന്നുണ്ടല്ലോ. ഞാൻ ഈ ചോദിക്കുന്ന എറണാകുളത്ത്, അവിടെയൊക്കെ അന്ന് തുടങ്ങിയാൽ, ഇപ്പോൾ കോട്ടയത്തും ഉണ്ട്, പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യാം. അപ്പം പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് വെച്ച് കുറയ്ക്കാം. അപ്പം നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന 1 രൂപയ്ക്ക് ഓരോ വിലയുണ്ട്. നിങ്ങളുടെ അപ്പായുടെ 1000 രൂപ ഇങ്ങോട്ട് ഫീസ് സർവീസ് അടയ്ക്കുമ്പോൾ ഒരു വിലയില്ല. മറിച്ച് നിങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്ത് ഒരു 700 രൂപ കിട്ടി, അപ്പാ എനിക്കൊരു 300 രൂപ തരാമോ? അപ്പം അതൊന്നും 1000 രൂപ മുടക്കുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ തോന്നും നിങ്ങളുടെ 700-നായിരിക്കും, കാരണം നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ബോധ്യം വരാൻ തുടങ്ങും, ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും, നന്നായിട്ട് പഠിക്കാം. പിന്നെ വിവാഹ ജീവിതത്തെപ്പറ്റി ആലോചിക്കാം.
ഞാൻ പറയും വിവാഹ ജീവിതമൊക്കെ സൂപ്പറാണ്. ഞാനിപ്പം വിവാഹം കഴിച്ചിട്ട് 39 വർഷമായി. അന്ന് ഈ പറയുമ്പോൾ 37 ആയുള്ളായിരുന്നു. 37 വർഷമായി. ഞങ്ങൾ ഹാപ്പി ആയിട്ട് എനിക്ക് 2 കുട്ടികൾ അവരുടെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് അവർ മോളെന്നോട് ചോദ്യം ചോദിച്ചു, ഇതൊക്കെ മകൾക്കും മരുമോനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറയും മരുമോനാകുന്നതിന് മുമ്പ് തന്നെ മോക്ക് പറഞ്ഞു കൊടുത്തു. പിന്നെ അവരെ മാരേജ് കോഴ്സിന് വിട്ടു. അവിടെ ഇതിൻ്റെ എല്ലാം ഒരു ചെറിയ പൊട്ട് നിങ്ങൾക്ക് തരും. ആ പൊട്ട് ഡെവലപ്പ് ചെയ്യണം നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഈ കോളേജ് ക്ലാസ്സിലേക്ക് എങ്ങനെയാണ്? ദേ ആർ ഗിവിങ് അസ് ഓൺലി എ ഗ്ലിംസ്. ചെറിയൊരു തുള്ളിയാണ് തരുന്നത്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. തീർച്ചയായിട്ടും അവരത് ബോധ്യപ്പെട്ടു, സന്തോഷം പറഞ്ഞു. കുറേ കാലം എന്നെ വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് അതായത് ടച്ചില്ലെങ്കിൽ പ്രമാണം അകന്നു പോലും. ഞാനും ഭയങ്കര ബിസി ആയിട്ടാണ്. എനിക്കങ്ങനെ അവരെ വിളിച്ച് എങ്ങനെ സംസാരിക്കാനുള്ള സമയം എന്നെ കിട്ടേണ്ടവർ എന്നെ വിളിക്കണം. എന്നാൽ എനിക്ക് ആയിരക്കണക്കിന് ആളുകളാണ് ഞാനുമായി ബന്ധപ്പെട്ട് എൻ്റെ ചാനലിലൂടെ സംസർഗം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരെയും അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷേ എന്നെ ഡീപ്പിലി വേണമെന്ന് തോന്നുന്നവർക്ക് എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 1-2 വർഷമൊക്കെ വിളിച്ചു. പിന്നെ ഇപ്പം വിളിക്കാറില്ല, തിരക്കാം. പക്ഷെ അവർക്ക് ബോധ്യപ്പെട്ടു, ഒരു പീസ് പൊറോട്ട ഒരു ഐസ്ക്രീമിൻ്റെ മൂല്യം കഴിച്ചാൽ ജീവിതമാകുന്നില്ല. സെക്സ് മാത്രമല്ല ജീവിതത്തിൽ ഒത്തിരി കടമ്പകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്, വിട്ടുവീഴ്ചയുണ്ട്, വഴക്കുണ്ട്, സ്നേഹമുണ്ട്, ഇതെല്ലാം ചേരുന്നതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവർക്കൊരു 1-1.5 മണിക്കൂർ കൊണ്ട് എടുത്ത ക്ലാസ് ഒരുപക്ഷെ അവർക്ക് പ്രയോജനപ്പെട്ടിരിക്കാം, നിർബന്ധമില്ല. പക്ഷേ ഇപ്പോഴത്തെ യൂത്തിന് ഇതൊക്കെ കുറേ അറിയാം. ഈ സ്നേഹവും അത് ചിലർ പറയും ഇത് ഓൺലി ഫോർ ഫൺ സേക്ക് എന്നൊക്കെ പറഞ്ഞാൽ പ്രേമിക്കുന്നത്. പക്ഷെ ക്രമേണ അത് ഡീപ്പാകാൻ സാധ്യതയുണ്ട്. 2 പേരും വളരെ പ്രാക്ടിക്കലാണ്. അവർ എന്ത് കാര്യം ഷെയർ ചെയ്യുമ്പോഴും ഇത് ഓൺലി ഫോർ എന്നാ പറയുക ഫൺ എന്നുള്ള മലയിൽ ചെയ്യുമ്പം അത് കുഴപ്പമില്ല. പക്ഷെ സീരിയസ് ആയിട്ടൊരു മാരേജിലേക്കാണ് ആലോചിക്കുന്നതെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, എനിഹൗ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തൊരു കാര്യം, നിനക്ക് പാർട്ട് ടൈം ജോലി കിട്ടുമ്പോഴേ നീ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ബ്രെഡോ 2 പാക്കറ്റ് പാലോ മേടിച്ചുകൊണ്ട് പോകണമെന്ന് അമ്മോളോട് പറഞ്ഞു. അവൾ പറഞ്ഞു ഞാൻ ചെയ്യാമെങ്കിൽ. അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു എൻ്റെ അപ്പായ്ക്ക് പാലും ബ്രെഡിനേക്കാൾ ഇഷ്ടം ഏതൊരു പ്രത്യേകതരം ഫുഡാണ്. ഞാൻ പറഞ്ഞു മതി, അത് വാങ്ങിച്ചുകൊണ്ട് പോകണം. അതുകൊണ്ട് എന്താ അങ്കിളെ ഗുണമെന്ന് ചോദിച്ചു. ഞാൻ പറയാവേ നീ നിൻ്റെ അപ്പൻ്റെ ഒരു മോനല്ലേ മോളാണ്. നീ ഇത് ചെയ്യുമ്പം നിൻ്റെ ജീനിലൊരു മാറ്റം ഉണ്ടാകും. ആ മാറ്റം നിനക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിലേക്കും പകരും. അപ്പം നിൻ്റെ കുഞ്ഞുങ്ങളും ഇതുപോലൊക്കെ വരുമ്പോൾ നിനക്ക് ഓരോന്ന് കൊണ്ടുവരും. അതിന് ഞങ്ങൾ കല്യാണം കഴിച്ചില്ല, അതിന് ഞാൻ പറയുള്ളൂ ഇതൊക്കെ ഒരു ജീനിൻ്റെ പ്രവർത്തനമാണ്. നീ എന്ത് ചെയ്യുന്നോ അതാണ് നിനക്ക് ഫോളോ ചെയ്യുന്നത്. നീ നിൻ്റെ അപ്പനെയും അമ്മയും സ്നേഹിച്ചാൽ നിൻ്റെ മക്കൾ നിന്നെ ഡെഫിനറ്റായിട്ട് സ്നേഹിക്കും. നീ നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിച്ചാൽ നിൻ്റെ മക്കൾ, കാരണം നിന്നിലുണ്ടാകുന്ന ആ ജീനുകളുടെ ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. ജനനസമയത്തെ ക്രോമസോമുകൾ യോജിക്കുമ്പം നമ്മളിലുള്ള 2 ജീന് യോജിച്ച് ഒരു പുതിയ സൃഷ്ടിയാണ് ഉണ്ടാകുന്നത്. അതൊക്കെ പറഞ്ഞപ്പം അവരുടെ കണ്ണൊക്കെ തിളങ്ങി സന്തോഷമായിട്ട് പോയി. എന്തായാലും ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ യൂത്ത് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നിങ്ങളെ എങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്നേഹിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് പെരുമാറുക. നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് അത് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളത് തന്നെ ചെയ്തോളും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. എനിക്കറിയാം ഇതൊരു ജംഗ്ഷൻ മാത്രമാണ്. പിന്നെ സീരിയസ് ആയിട്ടൊരു വീഡിയോ ഞാൻ പ്രിപ്പയർ ചെയ്യാം. വാക്കിങ്ങിലാണ് എടുക്കുന്നത്. നിങ്ങൾക്കറിയാം ലൈവ് സ്ട്രീമിലാണ് പോകുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.